ഇത് ഇന്ത്യയിലെ ജൻസി വിപ്ലവം അതിന്റെ ആദ്യത്തെ വിജയത്തിലേക്ക്. ഇത് കേവലം ഒരു മന്ത്രിയുടെ രാജ്യമല്ല, ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള ജനകീയ മുന്നേറ്റത്തിന്റെ വിളംബരമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പദവി ഒഴിഞ്ഞിരിക്കുന്നു. ജനരോഷത്തിന് മുന്നിൽ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും പോരാട്ട വീര്യത്തിന് മുന്നിൽ അഹങ്കാരത്തിന്റെ അടിയന്തരാവസ്ഥ തീർത്ത കേന്ദ്ര ഭരണകൂടം മുട്ടുമടക്കിയിരിക്കുന്നു. ഇത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെയും ഒന്നടങ്കം ആഘോഷമായി തന്നെ മാറുകയാണ്. ഇത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും സമരം ചെയ്ത കർഷകർക്കും തെരുവിൽ ചോര ചിന്തിയ യുവാക്കൾക്കും അതിനേക്കാളേറെ ഈ രാജ്യത്ത് ജനാധിപത്യം ഇനിയും മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന ഓരോ സാധാരണക്കാരന്റെയും അതിശക്തമായ ഇടപെടലിന്റെ വിജയമാണ്. അതെ, ഇന്ത്യയിൽ ജനാധിപത്യം ഇനിയും നിലനിൽക്കും. കാലങ്ങളോളം ഈ നാട് പല്ലാണ്ട് വാഴും. ജനങ്ങളെ വെല്ലുവിളിച്ച് അധികാരം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതിയവർക്കുള്ള കരണത്തേറ്റ കനത്ത തിരിച്ചടിയാണ് അവരുടെ കഞ്ഞിയിൽ വീണ പാറ്റ. പക്ഷെ ചോദ്യം ഇതാണ്, ഒരു മന്ത്രിയുടെ രാജി കൊണ്ട് ഈ പോരാട്ടം അവസാനിക്കുമോ? അതോ ഇത് കേന്ദ്ര സർക്കാരിന്റെ പതനത്തിന്റെ തുടക്കമാണോ? നിങ്ങൾ ചിന്തിക്കൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇത് ചെറിയ കാര്യമല്ല, ചെറിയ വിജയമല്ല. വിദ്യാഭ്യാസ മന്ത്രാലയവും ജനരോഷം കൊണ്ട് എത്രത്തോളം താഴോട്ട് പോയി ഇവരുടെ ഗ്രാഫ് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മേഖലയെ ഒന്നടങ്കം വിഴുങ്ങിയ അനീതികൾക്കെതിരെയുള്ള ഒരു പ്രകമ്പനമാണ് നാം കാണുന്നത്. കോടിക്കണക്കിന് കുട്ടികളുടെ ഭാവി വെച്ച് പന്താടിയ പരീക്ഷാ ചോർച്ചകളും അഴിമതികളും മൂടിവെക്കാൻ കഴിയാതെ നോക്കുകുത്തിയായി മാറിയ ഒരു മന്ത്രാലയം. ജനങ്ങൾ തെരുവിൽ ഉത്തരം ചോദിച്ചപ്പോൾ ആകാശത്തേക്ക് നോക്കി നിന്ന ഭരണാധികാരികൾ ഒടുവിൽ ജനകീയ ശക്തിക്ക് മുന്നിൽ നിൽക്കക്കള്ളിയില്ലാതെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയാണ്. അത് ഭരണകൂടത്തിന്റെ പരാജയത്തിന്റെ സമ്മതമാണ്. ഞങ്ങൾക്ക് തെറ്റി എന്ന് പരസ്യമായി പറയാൻ മടിക്കുന്നവർ ഒരു മന്ത്രിയെ ബലിയാടാക്കിക്കൊണ്ട് തങ്ങളുടെ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളാണോ? ഈ രാജ്യം ഒരു തുടക്കം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിചാരണ ഇനിയും ബാക്കിയാണ്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചരിത്രവും അതിന്റെ വർത്തമാനവും ഇവിടെ നാം പരിശോധിക്കേണ്ടതുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയം കേവലം ഒരു പ്രാദേശിക ഘടകത്തിൽ നിന്ന് കൃത്യമായ സംഘടനാ രീതികളിലൂടെ ജനങ്ങളുടെ വൈകാരിക വിഷയങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി ഇന്ത്യ ഭരിക്കുന്ന തലത്തിലേക്ക്, ആ ഒരു വളർച്ചയിലേക്ക് വളരെ ശക്തമായി കടന്നു വന്ന ഒരു പാർട്ടി. ഇലക്ഷൻ മെഷീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ, എത്ര വലിയ എതിർപ്പുകളെയും തങ്ങളുടെ ഭൂരിപക്ഷം കൊണ്ട് അടിച്ചമർത്താമെന്ന് അഹങ്കരിച്ചവർ, എന്നാൽ ആത്യന്തികമായി അധികാരം ജനങ്ങളുടെ കൈകളിലാണ് എന്ന് ഈ നിമിഷം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എത്ര വലിയ വിജയം നേടിയ പാർട്ടിയായാലും ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ചോദ്യം ചെയ്താൽ, മനസ്സിലാക്കൂ, ചെറിയ കാര്യമാണോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇരുളിലാക്കിയാൽ ഭരണകൂടത്തിന്റെ അടിത്തറ ഇളകുക തന്നെ ചെയ്യുമെന്നുള്ള കൃത്യമായ സന്ദേശം. BJP ഇന്ന് വരെ നേടിയ എല്ലാ വിജയങ്ങളെയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ജനരോഷം വളർന്നു എന്നതിന്റെ തെളിവാണ് ഈ അടിയറവ്. കൃത്യമായി മനസ്സിലാക്കൂ. കർഷകരും ഇടതുപക്ഷവും കോൺഗ്രസ് അടക്കമുള്ള മുഴുവൻ പ്രതിപക്ഷ കക്ഷികൾക്കും ഈ ഒരു വിജയത്തിൽ ആശ്വസിക്കാം, ആഹ്ലാദിക്കാം. ഇത് ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. ഈ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ച ഐതിഹാസികമായ സമരങ്ങളുടെ തുടർച്ചയാണിത്. ഓർക്കുക, കർഷകർ ഡൽഹി അതിർത്തികളിൽ തീർത്ത പ്രതിരോധം, കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അനുബന്ധ സംഘടനകളും രാജ്യത്തുടനീളം ഉയർത്തിയ അതിശക്തമായ പ്രതിഷേധങ്ങൾ, കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും കൈകോർത്ത് പിടിച്ച് ഡൽഹിയിലേക്ക് നടത്തിയ ആ അതിജീവന മാർച്ച് ഓർക്കുന്നില്ലേ നിങ്ങൾ? അത് വെറും ഒരു മാർച്ചേ ആയിരുന്നില്ല. ഈ ഭരണകൂടത്തിന്റെ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ, നയങ്ങൾക്കെതിരെ, ഒറ്റയാൾ പോരാട്ടങ്ങൾക്കെതിരെ, മോദി എന്ന ആ ഒരു വല്ലാത്ത മുഖം കാണിച്ചുകൊണ്ടുള്ള ഭരണത്തിന്റെ എതിരെയുള്ള സമരഭേരിയായിരുന്നു. രാജ്യത്തെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഒന്നടങ്കം തെരുവിൽ തോളോട് തോൾ ചേർന്ന് പോരാടിയപ്പോൾ, പാർലമെന്റിൽ അവർ ഒരുമിച്ച് നിന്നപ്പോൾ ആദ്യത്തെ അടി ഇവർക്ക് കിട്ടിക്കഴിഞ്ഞതാണ്. എന്തായാലും ഇത്തരത്തിലൊരു അടി ഇവർ പ്രതീക്ഷിച്ചതല്ല എന്ന് നമുക്ക് ഉറപ്പാണ്. ഈ രാജ്യം നമ്മുടേതാണ് എന്ന തിരിച്ചറിവോടെ
ജനങ്ങൾ ഒന്നിച്ചപ്പോൾ, അവർക്ക് മുന്നിലേക്ക് ജൻസികൾ കടന്നു വന്നപ്പോൾ ഉരുക്ക് പോലെ നിലകൊണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ അഹങ്കാരം ഇവിടെ തകർന്നടിയുകയാണ് സുഹൃത്തുക്കളെ. പ്രധാനമന്ത്രിയുടെ രാത്രി പ്രസംഗം കൂടി പരാമർശിക്കേണ്ടതുണ്ട്. പരാജയത്തിന്റെ ആദ്യ മുഖം. കഴിഞ്ഞ ദിവസം രാത്രി പ്രധാനമന്ത്രി മോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തത്. എന്നാൽ എന്തായിരുന്നു ആ പ്രസംഗത്തിന്റെ ഉള്ളടക്കം? എപ്പോഴും ആത്മവിശ്വാസത്തോടെ സംസാരിച്ചിരുന്ന, ഗാംഭീര്യത്തോടെ രാജ്യത്തോട് സംസാരിച്ചിരുന്ന പ്രധാനമന്ത്രിയെയാണോ നാം അന്ന് ആ രാത്രിയിൽ കണ്ടതല്ല. അതൊരു പ്രതിരോധത്തിന്റെ പ്രസംഗമായിരുന്നു. ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമായിരുന്നു അവസാനത്തെ ശ്രമം. ഭരണകൂടം നേരിടുന്ന വൻ തകർച്ച മറച്ചുവെക്കാൻ നടത്തിയ വാക്കുകളുടെ അഭ്യാസം മാത്രമായിരുന്നു അത്. ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ സ്വന്തം സർക്കാരിന്റെ വീഴ്ചകൾ ന്യായീകരിക്കാൻ വൃഥാ ശ്രമിച്ച് പരാജയപ്പെട്ട ആ ഒരു വൃദ്ധന്റെ ആ ഒരു നിമിഷം, അത് മോദി സർക്കാരിന്റെ പരാജയത്തിന്റെ ആദ്യത്തെ വ്യക്തമായ മുഖമായിരുന്നു. ഒരു മന്ത്രിയുടെ രാജി കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്ന് പ്രധാനമന്ത്രി കരുതുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ തെറ്റിദ്ധാരണ വേറെ ഇല്ല എന്ന് തന്നെ നിങ്ങൾ കരുതിക്കോളൂ, ഉറപ്പിച്ചോളൂ. അടുത്ത മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കും? സമരം നിർത്തുമോ? ഇനി എന്താണ് അടുത്ത മണിക്കൂറുകളിൽ നടക്കാൻ പോകുന്നത്? നടന്ന് പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കാനാകുമോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ല, ഒരിക്കലുമില്ല. ഇത് സമരത്തിന്റെ അവസാനമല്ല, മറിച്ച് ജനകീയ പ്രക്ഷോഭങ്ങളുടെ പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. ഒരു മന്ത്രിയെ മാറ്റിയത് കൊണ്ട് മാത്രം വിദ്യാർത്ഥികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ ഇവിടെ തീരുന്നില്ല. CJPയുടെയും കേന്ദ്ര ഭരണകൂടവും കരുതുന്നത് ഈ രാജി കൊണ്ട് രോഷം തണുക്കുമെന്നാണ്. എന്തായാലും ഈ പാറ്റകളെന്ന് വിളിച്ച നമ്മുടെ മുഖ്യ പ്രധാന ന്യായാധിപൻ ചീഫ് ജസ്റ്റിസിന് നന്ദി പറഞ്ഞിട്ടുണ്ട് CJP. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ ഡൽഹിയിൽ രാഷ്ട്രീയ നീക്കങ്ങൾ അതിവേഗം മാറും. പ്രതിപക്ഷം കൂടുതൽ ശക്തമായി പാർലമെന്റിലും തെരുവിലും ഭരണകൂടത്തെ വിചാരണ ചെയ്യും. ജനാധിപത്യത്തിന്റെ വിജയമെന്ന് സോനം വാങ്ചുക്കും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. പോരാട്ട വീര്യത്തിന്റെ വിജയമാണെന്നും ജനാധിപത്യം തോറ്റിട്ടില്ല, തോൽക്കുകയില്ല എന്ന് ഇന്ത്യ ലോകത്തിന് കാട്ടിക്കൊടുത്ത നിമിഷമെന്നും പ്രതികരണങ്ങൾ വരുന്നു. ജനാധിപത്യ വിശ്വാസികൾക്ക് സലാം.